കരുനാഗപ്പള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടി ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്ക് ശനിയാഴ്ച തുടക്കമാകും. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 21 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ നടപ്പാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടിയായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്ക് ശനിയാഴ്ച തുടക്കമാകും. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് ദിവസേന പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത്. അങ്ങനെ 200 രോഗികളാണ് കരുനാഗപ്പള്ളി ആശുപത്രിയിലുള്ളത്. ആ 200 പേർക്കും ഈ പ്രഭാത ഭക്ഷണം നൽകുക എന്ന ഒരു നല്ല പദ്ധതിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അതിലേക്കായി 21 ലക്ഷം രൂപ പദ്ധതി അംഗീകാരം കിട്ടി പദ്ധതി വകയിരുത്തിയിട്ടുണ്ട്. ബാക്കി ഇനിയും പൈസ വേണ്ടി വന്നാൽ ഇതിലേക്ക് ഞങ്ങൾ ചെലവഴിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ ഒരു പദ്ധതി ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചപ്പോൾ തന്നെ ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഏകസ്വരത്തിൽ അതിനെ പിന്തുണയ്ക്കുകയും നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 10 രൂപ ഗുണഭോക്തൃ വിഹിതമായി താലൂക്ക് ആശുപത്രിയിലെ കുടുംബശ്രീ കൗണ്ടറിൽ അടച്ച് രോഗികൾക്ക് ഭക്ഷണം കൈപ്പറ്റാൻ കഴിയും. കുടുംബശ്രീ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശനിയാഴ്ച രാവിലെ 8-ന് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. നഗരസഭയുടെ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ഒരു സ്വപ്ന പദ്ധതിയായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളി എന്ന് പറയുന്ന പദ്ധതി നാളെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രി കെ ചിഞ്ചുറാണി നാളെ രാവിലെ 8 മണിക്ക് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് ആശുപത്രിയിലെ കിടപ്പ് രോഗികളായ 200 പേർക്ക് എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് 10 രൂപ ഗുണഭോക്തൃ വീതം അടച്ചുകൊണ്ട് ബാക്കി നഗരസഭ കൂടി 30 രൂപ എടുത്ത് അങ്ങനെ 40 രൂപയുടെ പ്രഭാത ഭക്ഷണമാണ് നമ്മൾ ഒരു ദിവസം ഒരു രോഗിക്ക് കൊടുക്കുന്നത്. നഗരസഭാ സെക്രട്ടറി VS സന്ദീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തും. നഗരസഭാ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ്, വൈസ് ചെയർപേഴ്സൺ ഷഹനാൻ നസീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഡോക്ടർ P മീന, M ശോഭന, S ഇന്ദുലേഖ, റജി ഫോട്ടോ പാർക്ക്, മഹേഷ് ജയരാജ് എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. അതിദരിദ്രതയില്ലാത്ത സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന മാലിന്യമുക്ത കേരളമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി നഗരസഭ സാധാരണക്കാർക്കായി വളരെ പ്രയോജനകരമായ ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളിക്ക് തുടക്കം കൊടുത്തു. താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ തീർന്നുകൊണ്ടിരിക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പൂർത്തിയാകുന്നതോടുകൂടി നമുക്ക് കൂടുതൽ OP സൗകര്യങ്ങളും കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും രോഗികൾക്ക് മെച്ചപ്പെട്ട സേവനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഇപ്പോൾ തന്നെ 1500-2000 രോഗികൾ വരുന്ന സ്ഥാപനത്തിൽ ഭാവിയിൽ കൂടുതൽ OP സൗകര്യങ്ങളും വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.